യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങൾ നമുക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക വചനചിന്തയിലൂടെ കടന്നു പോകാൻ തക്കോണം ദൈവം നമ്മെ സഹായിച്ചു. നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, നമ്മൾ സങ്കീർത്തന പുസ്തകം 46 അധ്യായം 10 വാക്യമായിരുന്നു നമ്മളുടെ ചിന്തകളുടെ അടിസ്ഥാനമായി വായിച്ചിരുന്നത്. മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിവേ. മിണ്ടാതിരിക്കണമെങ്കിൽ നമ്മൾ എന്തൊക്കെ മനസ്സിലാക്കണം, അല്ലെങ്കിൽ ഏതൊക്കെ വേദഭാഗങ്ങൾ കൂടെയാണ് നമ്മൾ ദൈവത്തിൻ്റെ മുമ്പാകെ മിണ്ടാതിരുന്ന് ദൈവ മഹത്വത്തിനു വേണ്ടി, ദൈവ പ്രവൃത്തിക്ക് വേണ്ടി കാത്തിരിക്കേണ്ടത് എന്നുള്ള ചിന്തയിലൂടെയാണ് നമ്മൾ ഈ ദിവസങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ സന്ദേശം നിങ്ങളെ വളരെയധികം രൂപാന്തരപ്പെടുത്തുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. നമ്മുടെ ജീവിതം ദൈവത്താൽ സുരക്ഷിതത്വം ഉള്ളതായിരിക്കണം. ദൈവത്തെ സേവിക്കുന്നത് കൊണ്ട് നമ്മൾ ഒരു നാളും പതറിപ്പോകുന്നവരോ ഭയപ്പെട്ടു പോകുന്നവരോ അധൈര്യപ്പെടുന്നവരോ ആകരുത്. മറിച്ച് നമ്മുടെ പ്രത്യാശ, നമ്മളുടെ ആശ്രയത്വം പൂർണ്ണമായിട്ടും കർത്താവിൽ വെച്ചുള്ളതായ ഒരു ജീവിതമാണ് നമ്മൾ നയിക്കേണ്ടത്. ഇന്നലെ നമ്മൾ കേട്ടതായ വേദഭാഗവും അതുതന്നെയായിരുന്നല്ലോ. പ്രത്യേകിച്ച് മത്തായിയുടെ സുവിശേഷം 11 അധ്യായം അതിൻ്റെ 28 മുതലുള്ള വാക്യങ്ങളാണ് നമ്മൾ ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ടുള്ള ചിന്തയുടെ ആധാരമായി നമ്മൾ എടുക്കുന്നത്. അവിടെ നമ്മൾ വായിക്കാനിടയായി തീർന്നു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. നോക്കണേ, കർത്താവ് നമ്മെ വിളിക്കുന്നു, അവൻ്റെ അടുക്കിലേക്ക് വിളിക്കുന്നു. നമ്മൾ അവൻ്റെ മുമ്പിൽ നിന്ന് മാറിപ്പോകാനല്ല കർത്താവ് നമ്മോട് പറയുന്നത്, നാം അവൻ്റെ അടുക്കിലേക്ക് ചെല്ലണം. ഇന്നലെ നമ്മൾ ചിന്തിച്ചു, നാം അവൻ്റെ അടുക്കിലേക്ക് കടന്നു വന്ന് അവനെ ആശ്രയിക്കണം, അവനെ വിശ്വസിക്കണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ കർത്താവ് നമുക്ക് ഓഫർ ചെയ്തതായ കാര്യം, അവൻ നമ്മളെ ആശ്വസിപ്പിക്കും എന്നുള്ളതാണ്. അപ്പോൾ ജീവിതത്തിൻ്റെ ഭാരമേറിയ അവസ്ഥയിൽ, വളരെയധികം ബുദ്ധിമുട്ടും വളരെ നിരാശയിലൂടെയും കടന്നു പോകുന്നതായ അവസ്ഥയിൽ കർത്താവ് നമ്മോട് പറയുന്നു, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഇവിടെ കൊടുത്തിരിക്കുന്നതായ ആദ്യത്തെ 2 വാചകങ്ങൾ നമ്മൾ ചിന്തിക്കുകയുണ്ടായി. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും. അധ്വാനിക്കുന്നവർ എന്നുള്ളതിന് ലേബർ എന്നാണ് നമ്മൾ പഠിക്കാനിടയായി തരുന്നത്. അതായത് നമ്മൾ തന്നെ, അല്ലെങ്കിൽ നമുക്ക് തന്നെ ഉള്ളതായ ഭാരങ്ങൾ, വ്യക്തിപരമായിട്ടുള്ള നമ്മുടെ ഭാരങ്ങൾ അഥവാ പ്രയാസങ്ങൾ. അതേപോലെ തന്നെ ഭാരം ചുമക്കുന്നവർ എന്നുള്ളത് മറ്റുള്ളവരുടെ ഭാരങ്ങളെ നമ്മുടെ ചുമലിൽ ഇട്ടുകൊണ്ട് നടക്കുന്നവരായ ആളുകൾ. ഇങ്ങനെ പോകുന്നവരായ ആളുകൾക്ക് ഒരിക്കലും തങ്ങളുടെ ജീവിതം നല്ല നിലയിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. എപ്പോഴും അവർ ജീവിതത്തിൽ നിരാശരും, അതേപോലെ തന്നെ തങ്ങളെ തന്നെ പഴിക്കുന്നവരും, തങ്ങളുടെ ജന്മത്തെ ഓർത്ത് സങ്കടപ്പെടുന്നവരും, ദൈവമേ എന്തുകൊണ്ടാണ് ഞാൻ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നതെന്നും എനിക്ക് മരിച്ചാൽ മതി എന്നുള്ള ചിന്തയൊക്കെ പല ആളുകളിലും ഉണ്ടാകാൻ കാരണം അവരുടെ മേൽ ഇപ്രകാരമുള്ള അധ്വാനവും ഭാരങ്ങളും ഏറുന്നത് നിമിത്തമാണ്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ അതിനുള്ളൊരു പരിഹാരം ദൈവം നമുക്ക് നൽകുന്നു. അത് കർത്താവ് യേശുക്രിസ്തുവിലൂടെയാണ്. യേശു പറയുന്നു, നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് വരുവീൻ. എങ്ങനെ വരണം? വിശ്വാസത്തോടെയും അവനിലുള്ള ആശ്രയത്വത്തോടും കൂടെ നാം അവൻ്റെ അടുക്കിലേക്ക് കടന്നു വരണം. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് കർത്താവ് യേശുക്രിസ്തു അടുത്ത വാക്യത്തിൽ പറയുന്നതായ കാര്യമാണ്. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ. വളരെ പ്രധാനപ്പെട്ട വാക്യം. നോക്കണേ, ഇവിടെ യേശു എന്താണ് ആവശ്യപ്പെടുന്നത്? തൻ്റെ അടുക്കിലേക്ക് വരുന്നവരായ ആളുകൾ അവർ എന്ത് ചെയ്യണം എന്ന് യേശു വ്യക്തമായി പറയുന്നു. യേശു പറയുന്നു, എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ. ആദ്യത്തെ ആ കാര്യങ്ങൾ നമ്മൾ അടുത്ത ദിവസം ചിന്തിക്കുന്നതാണ്, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എന്നുള്ള കാര്യം. പക്ഷെ ഇവിടെ കർത്താവ് യേശുക്രിസ്തു പറയുന്നു, എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ. അതിനർത്ഥം എന്താണ്? യേശുക്രിസ്തുവിന് ഒരു നുകം ഉണ്ടായിരുന്നു എന്നുള്ള ഒരു അർത്ഥമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. യേശുക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് വരുന്നവരായ ആളുകൾ അവൻ്റെ നുകം അവർ എടുക്കണം എന്നുള്ളതാണ്. എടുത്തിട്ട് അവർ പഠിക്കണം. തങ്ങളുടെ ജീവിതത്തിൽ അവർ പഠിക്കുന്നവരായി തീരണമെന്ന് കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്നു. വാസ്തവത്തിൽ യേശുവിനോടൊപ്പമുള്ള നമ്മുടെ ജീവിതം ഒരു പഠനമാണ്. ധാരാളം കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ പഠിച്ച് മനസ്സിലാക്കി അതിനനുസരിച്ച് നമുക്ക് ജീവിക്കാൻ കഴിയും. ഞാൻ നിങ്ങളോടൊക്കെ പറയാൻ ആഗ്രഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം, എൻ്റെ ജീവിതവും ഇതിൻ്റെ അതേ അനുഭവം തന്നെയാണ്. ജീവിതത്തിൽ ധാരാളം കാര്യങ്ങൾ എനിക്ക് കർത്താവിൽ നിന്ന് പഠിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യം ഞാൻ വളരെ സത്യമായിട്ടും നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ജീവിക്കാൻ ആഗ്രഹിക്കുന്നതും ആ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്.
ഞാൻ ഒരു കാലത്ത് വളരെയധികം സാമ്പത്തികമായി ഞെരുക്കം അനുഭവിച്ചതായ ഒരു സമയമുണ്ട്. വളരെയധികം പ്രയാസപ്പെട്ട സമയം. ദൈവത്തിൽ മാത്രമാണ് എൻ്റെ ശ്രദ്ധ. കാരണം ഇവിടെ പറയുന്നത് പോലെ അവങ്കൽ ആശ്രയിക്കുന്നു, അവങ്കൽ വിശ്വസിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഞാൻ ഒരിക്കൽ വളരെയധികം പ്രയാസപ്പെട്ട് ദൈവസന്നിധിയിലിരുന്ന് ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു. കർത്താവ് ഇപ്രകാരം എന്നോട് ഇടപെട്ടു. ഞാൻ നിന്നോട് ഒരു കാര്യം പറഞ്ഞാൽ നീ ചെയ്യാമോ? ഞാൻ പറഞ്ഞു, ചെയ്യാം കർത്താവേ, നീ എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കാം. കർത്താവ് പറഞ്ഞു, ഇന്നു മുതൽ നീ നിന്റെ പേഴ്സ് എണ്ണാൻ പാടില്ല. അന്നു മുതൽ ഞാൻ എൻ്റെ പേഴ്സിലെ പണം എണ്ണാതിരുന്നു. അപ്പോൾ മുതൽ എനിക്കൊരു കാര്യം മനസ്സിലായി. എൻ്റെ പണത്തെക്കാളും ഉപരിയായിട്ട് ഞാൻ എൻ്റെ സമ്പത്തായി കാണുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെയാണ്. എൻ്റെ ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ട് കടന്നു വരുമ്പോൾ എനിക്ക് ആശ്രയിക്കുവാൻ ഒരു യേശു ഉണ്ട് എന്നുള്ളതായ വലിയ ചിന്ത എന്നെ ഭരിക്കാൻ തുടങ്ങി. അതുവരെയും ഞാൻ എൻ്റെ പേഴ്സണെ നോക്കിക്കൊണ്ടിരുന്നു. എൻ്റെ കയ്യിലിരിക്കുന്ന ഓരോ പണവും എടുത്ത് ഞാനിങ്ങനെ എണ്ണുവാൻ ആരംഭിച്ചു. പലപ്പോഴും അവിശ്വാസവും സംശയവും ഉത്കണ്ഠയും വളരെ സ്ട്രെസ്സും അനുഭവിക്കുന്നതായ ജീവിതാനുഭവങ്ങളിലൂടെ ഞാൻ കടന്നുപോയിട്ടുണ്ട്. പക്ഷേ ഞാൻ അവൻ്റെ മുഖമേറ്റെടുത്ത് അവനോട് പഠിച്ചപ്പോൾ എനിക്ക് ആശ്വാസം ലഭിക്കാനിടയായി തീർന്നു. എനിക്ക് സാമ്പത്തികമായ കാര്യങ്ങൾ വളരെ കുറവാകുമ്പോഴും എൻ്റെ ശ്രദ്ധ എന്ന് പറയുന്നത് എന്നെ പോറ്റിപ്പുലർത്തുന്നതായ, എന്നെ വഴി നടത്തുന്നതായ, എന്നെ നയിക്കുന്നതായ കർത്താവിൽ മാത്രമാണെന്നുള്ള കാര്യമാണ് ഞാൻ എൻ്റെ ജീവിതത്തിലൂടെ പഠിക്കുവാൻ കഴിഞ്ഞത്. ഇതുതന്നെയാണ് കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നതും. നാം അവൻ്റെ അടുക്കിലേക്ക് വന്ന് അവൻ്റെ മുഖം ഏറ്റെടുത്ത്, എന്താണ് അവൻ്റെ മുഖം എന്ന് പറയുന്നത്? അവൻ്റെ മുഖം എന്ന് പറയുന്നത് അവൻ നമ്മളോട് പറയുന്നതായ കാര്യങ്ങൾ, അല്ലെങ്കിൽ അവൻ്റെ വചനങ്ങൾ, അതേപോലെ തന്നെ അവൻ്റെ അധികാരം, അവയെ നാം അനുസരിക്കുമ്പോൾ, അവയെ നാം ഫോളോ ചെയ്യുമ്പോൾ നമ്മൾ വാസ്തവമായിട്ടും യേശുവിൻ്റെ മുഖമാണ് നമ്മൾ വഹിക്കുന്നത്. ജീവിതത്തിൽ ദൈവവചനത്തിൽ കൂടെ മാത്രമല്ല, വ്യക്തിപരമായിട്ടുള്ള നമ്മുടെ പ്രാർത്ഥനയിലൂടെയും കർത്താവ് തൻ്റെ മുഖത്തെ നമ്മെ കാണിക്കും. അഥവാ കർത്താവിൻ്റെ ആ വചനത്താൽ, ആ കൃപയാൽ നമുക്ക് അവൻ്റെ പരമാധികാരത്തെ അംഗീകരിച്ചുകൊണ്ട് അവൻ്റെ പുറകാലെ നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കും. ഇതാണ് അവൻ്റെ മുഖം എന്ന് പറയുന്നത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, പലപ്പോഴും നമ്മൾ നമ്മുടെ മുഖം തന്നെയാണ് വഹിക്കുന്നത്. പലപ്പോഴും നമ്മുടെ ചിന്തകളും നമ്മുടെ അധികാരങ്ങളുമാണ് നമ്മളുടെ മുഖം എന്ന് പറയുന്നത്. എന്നാൽ അതിൻ്റെ സ്ഥാനത്ത് കർത്താവ് യേശു ക്രിസ്തുവിൽ ആശ്രയിച്ചിട്ട് നമ്മുടെ മുഖം നാം എടുക്കാതെ ക്രിസ്തുവിൻ്റെ മുഖം വഹിച്ചുകൊണ്ട്, അവൻ്റെ വചനങ്ങളെ ഫോളോ ചെയ്ത് അനുഗമിച്ചുകൊണ്ട്, അതേപോലെ തന്നെ അവൻ്റെ പരമാധികാരത്തെയും അംഗീകരിച്ചുകൊണ്ട് നമുക്ക് കർത്താവ് യേശു ക്രിസ്തുവിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ടെങ്കിൽ, ഇവിടെ കർത്താവ് പറയുന്നു, നമ്മളുടെ ജീവിതത്തിൽ എത്ര ഭാരങ്ങൾ കടന്നു വന്നാലും, മറ്റുള്ളവരുടെ ഭാരം നമ്മൾ ഏറ്റെടുക്കേണ്ടി വന്നെങ്കിൽ പോലും ആശ്വാസവും സമാധാനവും ലഭിക്കുന്നതായ സ്വസ്ഥതയുള്ള ഒരു ജീവിതം ദൈവം നമുക്ക് പ്രദാനം ചെയ്യും. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ, ഒരു സ്പർശനം കൊണ്ട് ഉണ്ടാകുന്ന ആശ്വാസമോ വിടുതലുമല്ല ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. മറിച്ച് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത് നാം അവൻ്റെ മുഖമേറ്റുകൊണ്ട്, അതെ, ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിച്ചതുപോലെ അവൻ്റെ കൽപ്പനകളെ അനുസരിച്ചും, അതേപോലെ തന്നെ അവൻ്റെ പരമാധികാരത്തെ അംഗീകരിച്ചുകൊണ്ടും നമുക്ക് യേശു ക്രിസ്തുവിൽ ആശ്രയിച്ച് അവനെ ഫോളോ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ, അവനെ അനുഗമിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, അതായിരിക്കും നാം അവൻ്റെ മുഖം വഹിക്കുന്നത് എന്ന് പറയുന്നത്. അതെ, നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും അവൻ്റെ ആ മുഖം ഏറ്റെടുത്തുകൊണ്ട് അവനോട് പഠിച്ച് ഒരു സമാധാനവും സ്വസ്ഥതയുമുള്ള ഒരു ജീവിതം നയിപ്പാൻ ദൈവം നിങ്ങളെല്ലാവരെയും ഇടയാക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിച്ച് ഈ സന്ദേശം ഇവിടെ ചുരുക്കാം. സ്വർഗീയപിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിനായി സ്തോത്രം. ഞങ്ങൾക്ക് എങ്ങനെ ആശ്വാസവും സമാധാനവും സ്വസ്ഥതയും ലഭിക്കുമെന്നുള്ള വളരെ പ്രധാനപ്പെട്ട സന്ദേശം, പ്രത്യേകിച്ച് മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 28 മുതലുള്ള വാക്യത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് കേൾക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരായ ആളുകൾ പലരും തങ്ങളുടെ ജീവിതത്തിൽ ഭാരം വഹിക്കുന്നവരും അധ്വാനിക്കുന്നവരും, അതേ കർത്താവെ, തങ്ങളുടേതായിട്ടുള്ള വ്യക്തിപരമായ ഭാരങ്ങളും മറ്റുള്ളവരുടെ ഭാരങ്ങളും ഏറ്റെടുത്ത് കുഴഞ്ഞ ഒരു അനുഭവത്തിൽ, മുന്നോട്ട് പോകുവാൻ കഴിയാത്തതായ വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള അനുഭവത്തിൽ ജീവിക്കുന്നവരായ അനേക ആളുകൾ എന്നെ കേൾക്കുന്നുണ്ടല്ലോ. കർത്താവ്, ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ആത്മീയമായ ഒരു വലിയ വിടുതൽ ഉണ്ടായി അവരുടെ ജീവിതം ദൈവത്താൽ ധന്യതയുള്ളതായി തീരുവാൻ നീ അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതെ, നമ്മുടെ ജീവിതത്തിൽ ഭാരങ്ങളുണ്ടാകാം, നമ്മുടെ ജീവിതത്തിൽ
അധ്വാനങ്ങളുണ്ടാകാം. പക്ഷേ അതിന് നടുവിൽ ആശ്വാസം അനുഭവിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം കർത്താവ് യേശുക്രിസ്തുവിലൂടെ നമുക്ക് ലഭ്യമാണ്. അതുകൊണ്ട് അവൻ്റെ അടുക്കിലേക്ക് നമുക്ക് കടന്നെല്ലാം അവനെ വിശ്വസിക്കാം, അവനെ ആശ്രയിക്കാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ആത്മീയ കൂട്ടായ്മകൾക്കും കൂടുതൽ ദൈവവചന പഠനത്തിനും സഹായകമായ ഫോൺ നമ്പർ ഞങ്ങളുടെ ഈ സ്ക്രീനിൽ ഞങ്ങൾ നിങ്ങളെ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാവുന്നതാണ്. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു ആൾ.